ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഗുരുതരമായ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ മാക്കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വാർത്താ ശൃംഖലയിലൂടെ കടന്നു വന്ന വിവരങ്ങൾക്ക് പുറമെ നിരവധി വിവരങ്ങൾ കൂടി മൃഗീയമായ രീതിയിലുള്ള ക്രിമിനൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ രീതികൾ ഓരോന്നും ഇനിയും പുറത്തു വരാൻ പോകുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. പക്ഷേ കോൺഗ്രസ് ആളുകളുടെ കണ്ണിൽ കൂടിയിട്ട് അവരെ സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആ സംരക്ഷണം ഏറ്റെടുക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാക്കൂട്ടത്തിന്റെ ഈ തെറ്റായ ജീർണമായ ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമായിട്ട് മാത്രമേ അത്തരത്തിലുള്ളൊരു ഉദാഹരണം നമുക്ക് വാങ്ങാൻ കഴിയൂ. അത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായി, സ്ത്രീ വോട്ടക്കെതിരായി, സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് ഈ കേരളം പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ് അജയ് രക്തസാക്ഷി ദിനാചരണവും ഈ ഓഫീസ് ഉദ്ഘാടനവും നടക്കുന്നത്. അപ്പോൾ ജനങ്ങളെല്ലാം ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. രാഹുൽ മാക്കൂട്ടത്തിന് പുറത്തിറങ്ങാനാവാത്ത രീതിയിലൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ആരെങ്കിലും പ്രതിരോധിച്ചുകൊണ്ടല്ല, അതിനെ എങ്ങനെയാണ് മാറ്റുക എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് AI സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ്, AI സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സ്ത്രീകളെല്ലാം പറഞ്ഞതെന്നാണ്. അപ്പോഴാണ് ഇനിയാന്ന് അവരെ നേരിട്ട് കണ്ട് ഒരു പത്രപ്രവർത്തക ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ കുട്ടിയെ കണ്ടു, ആ കുട്ടി മാനസിക നില തെറ്റിയ ഒരു മാനസികാവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ തെളിവില്ലാതെ ഒരു സ്ഥിതിയിലേക്കല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. വലിയ തെളിവുകളാണ് വരാൻ പോകുന്നത്. ഇനിയും തെളിവുകൾ വരും. ഇതൊന്നുമല്ല, ഇത് അവസാനിക്കാനും പോകുന്നില്ല, ഇനിയും തുടരും. പലർക്കും ഇതിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കാനാവാത്തത് അവരെപ്പറ്റിയെല്ലാമുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഇവർക്കെല്ലാം പരസ്പരം അറിയും എന്നതുകൊണ്ട് ആരും ശക്തിയായ ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സസ്പെൻഷൻ ഉൾപ്പെടെ അതാണ് ചൂണ്ടിക്കാണിച്ചത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത്